الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين സമാദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, പ്രപഞ്ചനാഥനായ അന്നദാതാവും അനുഗ്രഹദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തികച്ചും നശ്വരമായ, നൈമിഷികമായ, താൽക്കാലികമായ ഈ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ഓരോരോ മേഖലകളിലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അഥവാ തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി, യഥാർത്ഥ ആജ്ഞാനുവർത്തികളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നോ ദുരന്തം എന്നോ ഒക്കെ പറയാവുന്ന ഒരു കാര്യം, ആർക്കും മനസ്സിന് ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ്. ഒരാൾക്കും യഥാർത്ഥത്തിൽ ഒരു സമാധാനവുമില്ല. പൊതുവെ എല്ലാ മനുഷ്യരും ഇന്ന് പല കാരണങ്ങളാൽ അസംതൃപ്തരാണ്. മിക്കവരും മാനസിക പിരിമുറുക്കം വല്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വല്ലാത്ത ഒരു ടെൻഷൻ, ഇതാണ് സ്ഥിരമായി എല്ലാവരുടെയും ഒരു പരിഭവമായി നമുക്കെല്ലാവർക്കും കേൾക്കാനുള്ളത്,
അതല്ലെങ്കിൽ പരസ്പരം കൈമാറാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഇസ്ലാമിൽ അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതിൽ സംതൃപ്തരാകാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ പോരായ്മകൾ മാത്രമാണ് നമ്മളെല്ലാം ഏത് സമയവും ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ സമ്പത്ത് കുറഞ്ഞു, കടങ്ങൾ പെരുകി, ആരോഗ്യം പോരാ, സൗന്ദര്യം കുറവാണ്, മറ്റുള്ളവരെ പോലെ എനിക്ക് ബുദ്ധിശക്തിയില്ല, ഓർമ്മശക്തിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ, എൻ്റെ ഭർത്താവ് എനിക്ക് അനുസരിച്ചായില്ല. നമ്മുടെ ചിന്തകളാണ് ഈ പറയുന്നത്. വേറെയും ചിലർ എനിക്ക് ആൺകുട്ടികളില്ല എന്ന് പരിഭവപ്പെടുന്നവരാണ്. മറ്റു ചിലർ എനിക്ക് ഒരൊറ്റ പെൺകുട്ടിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്നവരാണ്. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരന്തരമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എൻ്റെ അടുക്കളയ്ക്ക് വിശാലത പോരാ, എൻ്റെ വീടിന് വലിപ്പം പോരാ. ഇങ്ങനെ നമ്മളെല്ലാവരും ഈ ഇല്ലാ പാട്ട് മാത്രം പാടി നമ്മുടെയൊക്കെ സമാധാനം നമ്മൾ തന്നെ സ്വയം തകർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ആരും പറയാറില്ല. ഇല്ലാത്തത് മാത്രമാണ് എണ്ണി പറയാറുള്ളത്. എനിക്ക് ഇന്നാലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് 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 എന്നിങ്ങനെ പറഞ്ഞു നോക്ക്. അസാധാരണമായ, അനിതര സാധാരണമായ, അനിർവചനീയമായ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. ശരി, ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന പരിഹാരം എന്ന് പറയുന്നത്? പരിഹാരം പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. മനുഷ്യർക്ക് സമാധാനം കിട്ടാൻ എന്താണ് മാർഗം? ഈ വിഷയത്തിൽ ലോകത്തൊരാൾക്കും കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാമാണ് പരിഹാരം എന്ന് നമ്മൾ പറയുന്നു. ഖുർആനും സുന്നത്തുമാണ് പരിഹാരം. പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ സമൂഹം ജീവിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ ഒരുവിധ ടെൻഷനും ഉണ്ടാവില്ല. ഈ പറഞ്ഞ വേവലാതികൾക്കോ പരിഭവങ്ങൾക്കോ പരാതികൾക്കോ ഒരിടവും ഉണ്ടാവുകയില്ല. ഖുർആൻ പറയുന്നത് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. നമുക്കൊക്കെ പരിചിതമായ ആയത്താണത്. പക്ഷേ നമ്മുടെയൊക്കെ നെഞ്ചകത്ത് ഈ വചനം എത്രമേൽ നമ്മൾ കൊത്തിവെച്ചിട്ടുണ്ട് എന്നത് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ആയത്തറിയാത്തതല്ല പ്രശ്നം. അള്ളാഹു പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് ആ ചോദിച്ചതിൽ നിന്ന് പലതും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നിഅ്മത്തുകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് അതൊന്ന് എണ്ണി തിട്ടപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തി നോക്ക്. കഴിയില്ല നിങ്ങൾക്ക്. ലാ തുഹ്സുഹാ. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുർആന്റെ പ്രത്യേകത, ഓരോ സംഗതികളും പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും. ഇവിടെ പറഞ്ഞത് തീർച്ചയായും മനുഷ്യൻ, അവനിലാണല്ലോ ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളത്. അവൻ കൊടും പാതകിയാണ്, ലാലിം എന്നല്ല. അറബി പഠിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകും.
ലലൂം എന്ന് പ്രയോഗിച്ചാൽ കൊടും അക്രമി എന്നാണ്, മഹാ അക്രമി എന്നാണ്. കഫാറവൻ കാഫിറല്ല, കാഫിറല്ല. കഫാർ എന്ന് പറഞ്ഞാൽ കടുത്ത നിഷേധി എന്നാണ്, അങ്ങേയറ്റം നന്ദി കെട്ടവൻ എന്നാണ് മനുഷ്യനെ പറ്റിയായി പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മതി. എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ചത്? ആ ചോദിച്ചതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഉണ്ട് ഉണ്ട് എന്ന് പറ, കിട്ടി എന്ന് പറ. അത് പറയാൻ നമുക്ക് കഴിയില്ല. ഫഖുദ് മാ ആതൈതു വകും മിനശ് ശാകിരീൻ. അള്ളാഹു പറയാണ്, നിനക്ക് ഞാൻ നൽകിയത് നീ സ്വീകരിക്കുക, എന്നിട്ട് അതിന് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുകയും ചെയ്യുക. നിനക്കെന്താണോ നൽകിയിട്ടുള്ളത് ആ നൽകിയത് നീ പിടിച്ചോ, സ്വീകരിച്ചോ, എന്നിട്ട് നന്ദി കാണിക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഈ നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ബിമാ ഖസ്സമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. ലോകത്ത് ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന സകലമാന അസമാധാനങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ടെൻഷനുകൾക്കും പരിഹാരമെന്നോണം മഹാനായ റസൂൽ എന്ന് പറഞ്ഞൊരു വാചകാണിത്. എന്താ പറഞ്ഞെന്നറിയോ? നിനക്ക് നിന്റെ സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹു നൽകിയ ഒരു വിഹിതമുണ്ട്. അള്ളാഹു ഇതിലൂടെ വീതം വെച്ചപ്പോ നിനക്ക് നൽകിയ കിസ്മത്തുണ്ട്, ഒരു വിഹിതമുണ്ട്. ആ വിഹിതത്തിൽ നീ സംതൃപ്തനാവുക എങ്കിൽ തെക്കുൻ അഗ്നന്നാസ്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും വെച്ച് ഏറ്റവും ധന്യൻ നീയായിരിക്കുമെന്നാണ്. ധന്യത എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്ക് കിട്ടിയതിൽ സംതൃപ്തരാകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. നിങ്ങൾ പരിശോധിച്ചോ, ഇപ്പോ നമുക്ക് നമ്മുടെ കോലം പോരാ, പലർക്കും തോന്നാണ്. സൗന്ദര്യം പോരാ. ഇപ്പൊ നമുക്കൊക്കെ കിട്ടിയൊരു കോലമുണ്ടല്ലോ, ഈ കോലം പോരാ അല്ലേ? നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ കോലത്തിൽ നമ്മൾ സംതൃപ്തരാകണം. നമ്മുടെ പട്ടിയുടെ കോലമല്ല പടച്ചോൻ തന്നത്, ഒരു പന്നിയുടെ കോലമല്ല തന്നത്, ഒരു മനുഷ്യന്റെ കോലമാണ് എനിക്ക് നൽകിയത് എന്ന് സമാധാനിക്കാൻ എന്തേ നമുക്ക് കഴിയാതെ പോയത്? ഇത് പടച്ചോൻ നൽകിയതാണ്. അതിൻ്റെ പേരിൽ സൗന്ദര്യം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പഠിക്കരുത്. പല കുട്ടികളും പറഞ്ഞു പോകുന്നൊരു സംഗതിയുണ്ട്, ഉപ്പാക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ല, ഉമ്മാക്കൊരു തൊലി നിറം വെളുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കോലത്തിലാകുമായിരുന്നില്ല എന്ന് നമ്മുടെ ന്യൂജൻ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആകെക്കൂടി ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ശാരീരികമായ ബാഹ്യമായ ഈ സൗന്ദര്യത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ദുരന്തകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരിക്കലും മാതാപിതാക്കളെ പഴിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്ക് ആ കോലം നൽകിയത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. നമുക്ക് ഈ കോലം നൽകിയത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വ്യത്യസ്തരാണ്. നിറങ്ങളിൽ വ്യത്യാസമുണ്ട്, സൗന്ദര്യത്തിൽ വ്യത്യാസമുണ്ട്, രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്തേ സംഭവിക്കുന്നത്? പാപ്പാക്ക് തൊലി നിറം ഇല്ലാത്തതുകൊണ്ടല്ല, ഉമ്മാക്ക് വെളുപ്പില്ലാത്തതുകൊണ്ടല്ല, ഉമ്മാക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ല, ആ മാതാപിതാക്കളുടെ മക്കളിൽ ചിലരെങ്കിലും സൗന്ദര്യം കുറഞ്ഞവരായത്, തൊലി നിറം കുറഞ്ഞവരായി തീർന്നത്. ഇവിടെയാണ് നമ്മുടെ രൂപത്തിൽ സൂറത്തിൽ നമ്മൾ സംതൃപ്തരാകണം എന്ന് പറയുന്നത്. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് ഒക്കെയും നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരെ താരതമ്യം ചെയ്യുന്നത് മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ടാണ്. അപ്പോഴാണ് നിരാശ വരുന്നത്. കുടുംബജീവിതത്തിൽ ഒരിക്കലും ആ താരതമ്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആ താരതമ്യം ആരാണോ നടത്തുന്നത് അയാൾക്കൊരിക്കലും കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. പടച്ചോൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലും സുന്നത്തിലൊക്കെ പറഞ്ഞ ഈ മാർഗനിർദ്ദേശങ്ങളുടെ മഹത്വപ്പെടാൻ നമുക്ക് മനസ്സിലാകുക. അതേപോലെ തന്നെ നിന്റെ ബുദ്ധി, നിന്റെ ഓർമ്മശക്തി ഒക്കെയും എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണ്. അതേപോലെ സാമ്പത്തിക ശേഷി കുറഞ്ഞവനായോ നീ, നിന്റെ വരുമാനം പടച്ച തമ്പുരാന്റെ വിധിയാണ്. സമാശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനം ഉണ്ടാകും, ഒരു ബേജാറുണ്ടാവില്ല. മുൻഗാമികളായ
പരമസാത്വികന്മാരായ ആളുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബി അഖല്ല മിമ്മാ അൻത ഫീഹ് വദൂന മാ അൻത അലൈഹി എന്നാണ്. ഇപ്പൊ നീ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് അതിനേക്കാൾ കുറഞ്ഞതുകൊണ്ട് നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. ഏതൊരവസ്ഥയിലാണോ നീ ഉള്ളത് അതിനേക്കാൾ താഴെ പടിയിലെത്തിയാൽ പോലും നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സമാധാനം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ മുൻഗാമികൾ നിങ്ങൾ പരിശോധിച്ചോ? വേണ്ട, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, നമ്മുടെ സലഫുകൾ, അവരൊക്കെയും പട്ടിണിപ്പാവങ്ങളായിരുന്നു, പരമദരിദ്രരായിരുന്നു. ആവശ്യത്തിന് പണമില്ല, കണ്ണഞ്ചിപ്പിക്കുന്ന വീടും സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല, വിലപിടിപ്പുള്ള ഫർണിച്ചറുകളില്ല വീട്ടിൽ, ഉപയോഗിക്കാൻ സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊടും ചൂടുള്ള റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാലിൽ ഒരു ചെരിപ്പണിയാൻ പോലുമുള്ള വക നമ്മുടെ ഉപ്പമാർക്കുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അതോർത്തുകൊണ്ട് വേണം ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ അസമാധാനത്തിൽ അകപ്പെട്ടു പോകുന്നത്. ഇങ്ങനെയൊക്കെയായിട്ടും നമ്മുടെ പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും സംതൃപ്തരായിരുന്നു, സമാധാനചിത്തരായിരുന്നു. അവർക്ക് പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, പരാതികൾ ഉണ്ടായിരുന്നില്ല, ആശങ്ക ഉണ്ടായിരുന്നില്ല, ടെൻഷൻ തീരെ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ എന്ന ഈ പദപ്രയോഗം പോലും പുതിയ കാലത്തിന്റെ സംഭാവനയാണ്. നമ്മൾ വല്ല മനസ്സിലാക്കണം, ഈ ടെൻഷനാണ് ഒക്കെ പ്രശ്നം. ശാരീരികമായി കരുത്തിനായിട്ട് കാര്യമില്ല. ഇന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. 23 വയസ്സുള്ള ചെറുപ്പക്കാരിയുടെ മരണത്തെക്കുറിച്ച് കാണുക. റൂമിൽ വെച്ച് മരണപ്പെട്ടു, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഭർത്താവ് കഴിഞ്ഞ ആഴ്ച ഗൾഫിലേക്ക് പോയതാണ്. മുസ്ലിം കുട്ടിയാണ്. അവള് നിരവധി സ്കൂളുകൾ കരാട്ടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരുത്തുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് തൻ്റെ നേരെ ചീറിയെടുക്കുന്ന ഏതൊരു ശത്രുവിനെയും പ്രതിരോധിക്കാനുള്ള കരുത്ത് ആ പെൺകുട്ടിക്കുണ്ട്. അവൾ കരാട്ടെ അഭ്യസിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉസ്താദാണ്. എവിടെയാ പരാജയപ്പെട്ട എവിടെയാണ്? അതാണ് പരിഹാരമാണ്. സമാധാന ചിത്തരായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങണം, ഇസ്ലാമിലേക്ക് മടങ്ങണം. മഹാനായ പ്രവാചകൻ ആടുമേച്ച് നടന്ന പ്രവാചകനാണ്. മഹാരഥന്മാരായ മറ്റു പ്രവാചകന്മാരിൽ പലരും വസ്ത്രം തുന്നി ജീവിച്ചവരാ. ആശാരിപ്പണിയെടുത്തും കൊല്ലപ്പണിയെടുത്തും ജീവിതം മുന്നോട്ട് നീക്കിയവരാണ്. അവരാരാ? ലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. പിന്നെ നമ്മളെന്തിനു നിരാശപ്പെടണം? ഈ ഇല്ലാ പാട്ടുപാടി എന്തിനു നിരാശപ്പെടണം സഹോദരങ്ങളെ? ഖുർആന്റെ വചനം കൂടി ചേർത്ത് വെക്കുക. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. സമാധാനമായി. സൂറത്തു സുഖ്റുഫ് ഖുർആനിലെ 43-ാം അധ്യായം 32-ാമത്തെ വചനം. മനസ്സകത്ത് ചില്ലിട്ട് സൂക്ഷിക്കണം. ഈ ഇരിക്കുന്ന നൂറുകണക്കിന് സഹോദരന്മാർ, ഞാനടക്കം നമുക്കെല്ലാവർക്കും പരിഭവങ്ങളാണുള്ളത്, പ്രയാസങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അല്ല പറയാണ്, നമ്മളാണ് അവർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ അവരുടെ മഈശത്ത്, ഞാൻ അർത്ഥം പറയുന്നില്ല, ഏതൊരു സാധാരണക്കാരും അറിയാം ഖുർആന്റെ പ്രയോഗം. അവരുടെ മഈശത്ത് നമ്മളാണ് വിഭജിച്ചു കൊടുത്തത് ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പടച്ചോന് നമുക്ക് വിശ്വാസമുണ്ടോ? ഈ ദുനിയാവിൽ നമ്മൾ ദരിദ്രരാണെങ്കിൽ ബേജാറാകണ്ട. നീ ദുഃഖിതനും രോഗിയുമാണെങ്കിൽ വെപ്രാളപ്പെടണ്ട. നിന്റെ അവകാശങ്ങൾ ആരെങ്കിലും കവർന്നെടുക്കുന്നുവെങ്കിൽ, നിന്നോട് ആരെങ്കിലും അക്രമവും അനീതിയും കാണിക്കുന്നുവെങ്കിൽ, ഫദക്കിർ നഫ്സക ബിന്നഈം, ഒറ്റ കാര്യം മതി, അനുഗ്രഹപൂർണമായ അനുഗ്രഹവർഷം പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങളുടെ പർദീസയായ സ്വർഗലോകം. ആ സ്വർഗലോകത്തെക്കുറിച്ച് നിന്റെ മനസ്സിനെ നീ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗലോകത്തെക്കുറിച്ച് നിന്റെ മനസ്സിനെ നീ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുക. സ്വർഗത്തെക്കുറിച്ച് എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത?
ഈ പറഞ്ഞൊന്നും അവിടെ ഉണ്ടാവില്ല. നമ്മൾ അനുഭവിക്കുന്ന ഇപ്പൊ പറയുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അതൊന്നും അവിടെയില്ല. നിന്റെ നഷ്ടങ്ങളെല്ലാം നാളെ ലാഭമായി തീരും. നിന്റെ പരീക്ഷണങ്ങളെല്ലാം നിനക്ക് സമ്പത്തായി മാറും. നിന്റെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി പരിണമിക്കും. അതാണ് സ്വർഗലോകം എന്ന് പറയുന്നത്. വയസ്സായിപ്പോയി എന്നതിന്റെ പേരിൽ പരിഭവപ്പെടുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാർദ്ധക്യമൊക്കെ നാളെ യൗവനമായി മാറും. രോഗങ്ങളുടെ പേരിൽ വിഷമിക്കുന്ന ആളുകൾ, ഈ രോഗങ്ങളെല്ലാം നാളെ ആരോഗ്യമായി തീരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാണ് സ്വർഗലോകം എന്ന് പറയുന്നത്. ആ സ്വർഗലോകം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ആ സ്വർഗലോകം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പിന്നെ എന്തിനു ബേജാറാകണം? മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും ഇന്നേവരെ കാണാത്ത, ഒരു കാതുകൾക്കും ഇന്നേവരെ കേൾക്കാൻ കഴിയാത്ത ഒരൊറ്റ മനുഷ്യന്റെയും മനസ്സിൽ ഇന്നേവരെ അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ആലോചനയിൽ പോലും കടന്നു വരാത്ത അനുഗ്രഹങ്ങളുടെ പർദീസയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നമാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം ലക്ഷ്യമാക്കി അതിനുവേണ്ടി പണിയെടുക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം കിട്ടാനുള്ള വഴികളെ സംബന്ധിച്ചാണല്ലോ സൂചിപ്പിച്ചത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാലോചിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും മഹാദുരിതങ്ങളിൽ അകപ്പെട്ടു പോയ ആയിരക്കണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ആളുകൾ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ക്യാൻസർ രോഗം കാരണം വേദന സഹിക്കാൻ കഴിയാതെ, രാത്രി കിടന്നുറങ്ങാൻ കഴിയാതെ, ഉറക്കം വരാതിരിക്കുമ്പോൾ അയാൾ വിളിക്കും, സലാഹി ഒന്ന് ദുആ ചെയ്യണം. ഉറങ്ങാൻ കഴിയുന്നില്ല. വെള്ളിയാഴ്ച ജുമുഅക്ക് പോരുമ്പോൾ ആ സഹോദരൻ വിളിച്ചു പറയും, നിങ്ങൾ ഖുത്ബയിൽ പ്രാർത്ഥിക്കണം, വേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ ഈ വേദന സഹിക്കുന്നവരായി ആരാ ഉള്ളത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ പരിഭവപ്പെടുന്നവരാണ്. ആഴ്ചയിൽ 1 2 അതിലധികമോ തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. കിഡ്നി രോഗികൾ, അല്ലേ? അവർക്ക് വേണ്ടി ഒരു കലക്കം നടക്കുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് നടക്കാറാണുള്ളത്. നാളെ നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ബക്കറ്റ് പിടിക്കേണ്ട ഗതികേടുണ്ടായാൽ അതൊന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ആലോചിക്കില്ല. ശരീരം പരിപൂർണമായി തളർന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ, പരാശ്രയം കൊണ്ടല്ലാതെ, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ തിരിയാനോ മറിയാനോ പോലും സാധിക്കാത്ത എത്ര മനുഷ്യന്മാരാണ് ദിവസങ്ങൾ എൻ്റെ ജീവിതം തള്ളി നീക്കുന്നത്. അതേപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും ഒന്ന് കാണാനോ പരിചരിക്കാനോ എത്തി നോക്കാനോ പോലും കഴിയാതെ എത്ര മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലെ ICUവിലും വെന്റിലേറ്ററിലുമായി കഴിയാൻ വിധിക്കപ്പെട്ടത്. മൂക്കിലും കഴുത്തിലുമൊക്കെ ചൂവിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കേണ്ടി വരുന്ന എത്ര മനുഷ്യന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. വർണ്ണാഭമായ ഈ ലോകം ഒരിക്കലെങ്കിലും ഒന്ന് കൺകുളിർക്കെ കാണാൻ വിധിയില്ലാതെ പോയ എത്ര മനുഷ്യരുണ്ട്. അന്ധന്മാരായ ആളുകൾ, കാതുകൾ ഉണ്ടായിട്ട് നാട്ടിലുള്ള ഒരൊച്ചയും കേൾക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. തന്റെ മനസ്സിലുള്ള വികാരവിചാരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ കഴിയാതെ
നാവുകൾക്ക് സംസാരശേഷിയില്ലാതെ പോയ എത്ര മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ടല്ലേ നമ്മളിത് പറയുന്നത്. മഹാനായ ബക്കർ ബിൻ അബ്ദുള്ള അൽ മുസ്നി എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. യബ്ന ആദം, ഓ മനുഷ്യ ഇദാ അറത്താൻ തഅലമ ഖദ്റ മാ അന്നമല്ലാഹു അലൈക്, പടച്ചോ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ തോതെത്രയാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ, അതിന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഗമ്മിൽ ഐനൈക്, ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ചു നേരത്തേക്ക് നീ ഒന്ന് കണ്ണടച്ചു പിടിക്കുക. അല്പസമയത്തേക്ക് ഒന്ന് കണ്ണു ചിമ്മിയിട്ട് നിൽക്ക്. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണു ചിമ്മിയിട്ട് നടന്നു നോക്കിയാ പടച്ചോനെ കണ്ണിൽ കാണും, സ്വർഗം കണ്ണിൽ കാണും, പരലോകം കണ്ണിൽ കാണും. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാനാകേണ്ടത്. അപ്പോ ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കട്ടപ്പാടുകൾ, വേദനകൾ, യാതനകൾ, ദുരിതങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് പരിഭവങ്ങളും പരാതികളുമായി നടക്കുന്നതിന് പകരം ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴമത്രയാണ് എന്ന് കണക്ക് കൂട്ടാനും അതിനെ കൂടുതലായി വികസിപ്പിച്ച് നമ്മുടെ ചിന്തയിലേക്ക്, മനോമുഖരത്തിലേക്ക് കൊണ്ടുവരാനും ആയിരിക്കണം നമ്മുടെ ശ്രമം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിലക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും, ഈ കണ്ണുകൾക്ക്, കാതുകൾക്ക്, ഈ കൈകൾക്ക്, കാലുകൾക്ക്, ഈ തലച്ചോറിനടക്കം ശരീരത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും പരിപൂർണമായ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തിമാറാകട്ടെ. നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ദൈവധികാരികളായ, നന്ദികെട്ടവരായ ആളുകളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.